നമസ്കാരം. നമുക്ക് ഈ വർഷത്തെ, അതായത് 2025-ലെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ വിശേഷങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. തീർച്ചയായും. ജോൺ ക്ലാർക്ക്, മിഷൽ ഡെവോറെ, ജോൺ മാർട്ടിനെസ്, ഈ 3 ശാസ്ത്രജ്ഞർക്കാണ് ഇത്തവണത്തെ ഈ വലിയ ബഹുമതി കിട്ടിയിരിക്കുന്നത്. അതെ. അവരുടെ ഒരു നിർണായക കണ്ടെത്തലിനാണ് ഈ അംഗീകാരം. എന്താ പറയാ, ക്വാന്റം ടണലിംഗ് എന്നൊരു പ്രതിഭാസം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണും. ഈ ഗവേഷണങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ ക്വാന്റം ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യാ ശാഖയ്ക്ക് തന്നെ ഒരു അടിത്തറയിട്ടത് എന്നാണ് പറയുന്നത്. ശരിയാണ്. അതിന്റെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ ഈ ക്വാന്റം ടണലിംഗ് കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം. നമുക്കിതൊന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ശ്രമിക്കാം. ഒരു ചെറിയ കിണ്ണം, അതിനകത്തൊരു ഗോലി ഉണ്ടെന്ന് കരുതുക. നമ്മൾ ആ കിണ്ണം പതുക്കെ ഒന്ന് ചെരിച്ചാല് ഗോലിക്ക് കുറച്ച് ഊർജം കിട്ടും. അത് കിണ്ണത്തിന്റെ വക്കിലൂടെ ഉരുണ്ട് ചിലപ്പോൾ പുറത്തു ചാടിയേക്കാം. അതെ, അത് സ്വാഭാവികം. ഇത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന സാധാരണ ഫിസിക്സ് പറയുന്ന കാര്യം അല്ലേ? ഊർജം കൊടുത്താൽ ആ തടസ്സം മറികടക്കാം. ശരിയാണ്. ആ ഒരു ഉയരം അല്ലെങ്കിൽ ആ ഒരു എനർജി ബാരിയർ താണ്ടാനുള്ള ഊർജം കിട്ടിയാൽ അത് പുറത്തുവരും. അതെ. പക്ഷെ ആലോചിച്ച് നോക്കൂ, ആരും ആ കിണ്ണം ചരിക്കുന്നില്ല, പുറത്തുനിന്നൊരു ഫോഴ്സും കൊടുക്കുന്നില്ല, ഗോലിക്ക് എക്സ്ട്രാ ഒരു എനർജിയും കിട്ടുന്നില്ല. ഓക്കേ. എന്നിട്ടും ആ ഗോലിക്ക് ആ കിണ്ണത്തിന്റെ ഭിത്തി അതിലൂടെ എങ്ങനെയോ തുരന്ന് അപ്പുറത്തേക്കെത്താൻ കഴിഞ്ഞാലോ? ഒരു മാന്ത്രിക വിദ്യ പോലെ. കൃത്യം. അത് തന്നെയാണ് ക്വാണ്ടം ടണലിംഗിന്റെ ഏറ്റവും ലളിതമായൊരാശയം. തീർച്ചയായും നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോലിക്കോ ഒരു ഫുട്ബോളിനോ ഒന്നും ഇങ്ങനെ ഭിത്തി തുരന്നു പോകാൻ പറ്റില്ല കേട്ടോ. ഇല്ല. നമ്മുടെ ലോകത്തത് നടക്കില്ല. പക്ഷെ നമ്മൾ അങ്ങേയറ്റം ചെറിയ കണികകളുടെ ലോകത്തേക്ക് പോകുമ്പോൾ, അതായത് ആറ്റങ്ങൾ, ഇലക്ട്രോണുകൾ, അങ്ങനെയുള്ള തലത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ തുരന്നുപോകൽ അഥവാ ടണലിംഗ് അത് വളരെ സാധാരണയായി നടക്കുന്നൊരു കാര്യമാണ്. ആണോ? അതെ. അവിടെ ഫിസിക്സിന്റെ നിയമങ്ങള് നമ്മൾ ഈ വലിയ ലോകത്ത് കാണുന്ന പോലെയല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് വെറും ഒരു തിയറി മാത്രമല്ല, പ്രകൃതിയിൽ ഇത് ശരിക്കും നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഏതാണെന്നറിയോ? നമ്മുടെ സ്വന്തം സൂര്യൻ. സൂര്യനോ? അതെ. സൂര്യന്റെ ഉള്ളില് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഹീലിയമായി മാറുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഫ്യൂഷൻ. അതിലാണ് വലിയ അളവിൽ ഊർജം പുറത്തു വരുന്നത്. അതാണ് നമുക്കിവിടെ വെളിച്ചവും ചൂടുമൊക്കെയായി കിട്ടുന്നത്. ശരി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾക്കെല്ലാം പോസിറ്റീവ് ചാർജ് അല്ലേ? അതെ. ഒരേ ചാർജ് ഉള്ളവ തമ്മിൽ വികർഷിക്കും, റിപ്പൽ ചെയ്യും. അപ്പൊ ഇവ കൂടിച്ചേരണമെങ്കിൽ ആ വികർഷണ ബലത്തെ മറികടന്ന് വളരെ അടുത്തു വരണം. അതിന് വലിയൊരു ഊർജം വേണം. ഒരു എനർജി ബാരിയർ ഉണ്ട് അവിടെ. സൂര്യനിലെ ചൂട് വെച്ച് നോക്കിയാൽ ഈ ബാരിയർ മറികടന്ന് ഫ്യൂഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച്. പിന്നെങ്ങനെ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്നേ? ഇത്രയും എനർജി. അവിടെയാണ് ഈ ക്വാണ്ടം ടണലിംഗ് വരുന്നത്. ആ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾക്ക് ആ എനർജി ബാരിയർ ചാടിക്കടക്കാൻ വേണ്ടത്ര ഊർജ്ജമില്ലെങ്കിൽ പോലും അവയ്ക്ക് അതിലൂടെ തുരങ്കം വെച്ച് പോകാൻ പറ്റും. ടണർ ചെയ്തു പോവാം. കൊള്ളാം. ക്വാണ്ടം മെക്കാനിക്സ് അതിനെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യനിൽ ഇത്ര കാര്യക്ഷമമായി ഫ്യൂഷൻ നടക്കുന്നത്, നമുക്ക് ജീവിക്കാൻ വേണ്ട ഊർജം കിട്ടുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ജീവനോടിരിക്കുന്നതിന് കാരണം ഒരു തരത്തിൽ ഈ ക്വാണ്ടം ടണലിംഗ് ആണ്. അവിശ്വസനീയം. അപ്പൊ ഈ ക്വാണ്ടം ലോകം മുഴുവൻ ഇതുപോലത്തെ എന്താ പറയാ, നമ്മുടെ സാധാരണ ലോജിക്കിന് പിടികിട്ടാത്ത കാര്യങ്ങളാണോ? ടണലിംഗ് മാത്രമല്ലേ ഉള്ളൂ, വേറെയുമുണ്ടോ ഇതുപോലെ? ധാരാളം. ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ നമ്മുടെ കോമൺ സെൻസിന് അത്ര പെട്ടെന്ന് വഴങ്ങുന്നതല്ല. ഉദാഹരണത്തിന് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ? അതെ. അതായത് ഒരു ക്വാണ്ടം കണികയ്ക്ക് ഒരേ സമയം ഒന്നിലധികം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലത്ത് അങ്ങനെ നിലനിൽക്കാൻ പറ്റും. ഒരേ സമയം പലയിടത്തോ? അതെ. നമ്മളതിനെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട അവസ്ഥയിലേക്ക് വീഴുന്നത്, കൊളാപ്സ്. കേൾക്കുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ. പിന്നെ മറ്റൊന്നാണ് ക്വാണ്ടൈസേഷൻ. ഊർജം, മൊമെന്റം പോലെയുള്ള കാര്യങ്ങൾ ഒരു പൈപ്പിലൂടെ വെള്ളമൊഴുകുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്. പിന്നെയോ? പകരം ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ക്വാണ്ടങ്ങൾ എന്ന് പറയും. ഐസ് ക്യൂബുകൾ ഒന്നൊന്നായി വരുന്നതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. എനർജിക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാൻ പറ്റില്ല. ചില പ്രത്യേക ലെവലുകളിൽ, പടികളിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ ഈ ടണലിംഗ്, സൂപ്പർ പൊസിഷൻ, ക്വാണ്ടൈസേഷൻ ഇതൊക്കെ കാരണം അന്നത്തെ കാലത്ത് ഒരു 1980-കൾക്ക് മുൻപൊക്കെ
ശാസ്ത്രജ്ഞർ എന്താ പൊതുവെ വിചാരിച്ചിരുന്നത്? ഇതൊക്കെ ആറ്റം, ഇലക്ട്രോൺ, ആ ഒരു മൈക്രോ ലെവലിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണെന്നാണോ? അതെ, അതായിരുന്നു പൊതുവെയുള്ളൊരു ധാരണ. കാരണം ഈ ക്വാണ്ടം സ്റ്റേറ്റുകളുണ്ടല്ലോ, അവ ഭയങ്കര ലോലമാണ്, ഡെലിക്കേറ്റ് ആണ്. ഉം, അവ ചുറ്റുമുള്ള മറ്റ് കണികകളുമായിട്ടോ ചൂടുമായിട്ടോ ഒക്കെ ഒരു ഇൻട്രാക്ഷൻ വന്നാൽ, ഡീകൊഹിയറൻസ് സംഭവിച്ചാൽ അവയുടെ ആ ക്വാണ്ടം സ്വഭാവം പെട്ടെന്ന് നഷ്ടപ്പെടും. സാധാരണ ക്ലാസിക്കൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. ഓക്കെ. അപ്പോൾ ഒരു വലിയ വസ്തു, അതിൽ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട്. അവയെല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ആണ്. അപ്പോ അങ്ങനെയുള്ളൊരു വലിയ സിസ്റ്റത്തില് ഈ ലോലമായ ക്വാണ്ടം സ്വഭാവങ്ങളൊന്നും നിലനിൽക്കില്ല. അത് അസാധ്യമാണെന്നായിരുന്നു കൂടുതൽ പേരും വിശ്വസിച്ചിരുന്നത്. ക്വാണ്ടം ലോകവും നമ്മുടെ ഈ വലിയ ലോകവും തമ്മിൽ ഒരു അതിർത്തിയുണ്ട് എന്ന് കരുതി. ആ, അപ്പോ ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയ കണ്ടെത്തൽ അത് ഈ ധാരണയെ പൊളിച്ചെഴുതിയെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ്, ജോൺ ക്ലാർക്കും മിഷൽ ഡെവോറിയും ജോൺ മാർട്ടിനീസും അവരുടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതെന്താണെന്ന് വെച്ചാൽ, ഈ ക്വാണ്ടം ലോകത്തിലെ നിയമങ്ങൾ ആറ്റങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആണോ? അതെ, മനുഷ്യനുണ്ടാക്കുന്ന, നമുക്ക് കാണാനും നിയന്ത്രിക്കാനും പറ്റുന്നത്ര വലിപ്പമുള്ള സിസ്റ്റങ്ങളിൽ, മാക്രോസ്കോപ്പിക് സിസ്റ്റങ്ങളിൽ പോലും ഈ ക്വാണ്ടം പ്രതിഭാസങ്ങൾ കാണാൻ പറ്റും, അവയെ ഉപയോഗിക്കാൻ പറ്റും എന്നുമാണ്. ഇതൊരു ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള വസ്തുക്കളിലോ അതാണോ ഉദ്ദേശിച്ചത്? അവർ പരീക്ഷണം നടത്തിയത് എന്തിലാണെന്നറിയോ? ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ. സർക്യൂട്ടുകളിലോ? അതെ, കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഒരുമിച്ച് ഒഴുകുന്ന സർക്യൂട്ടുകൾ. അതൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റം തന്നെയല്ലേ? അതെ അതെ. അപ്പോ ഈ സർക്യൂട്ടുകളിൽ ക്വാണ്ടം ടണലിംഗ് കണ്ടുപിടിച്ചു എന്നാണോ? അതെങ്ങനെയാണ്? സാധാരണ സർക്യൂട്ടുകളിലായിരുന്നോ? അല്ലല്ല, സാധാരണ സർക്യൂട്ടുകളിൽ പറ്റില്ല. കാരണം ഈ ക്വാണ്ടം എഫക്ട്സ് ഒക്കെ വളരെ സൂക്ഷ്മമാണ്. സാധാരണ ടെമ്പറേച്ചറിലുള്ള ആ ഒരു തെർമൽ നോയ്സ്, ആ ഒരു ബഹളം കാരണം ഇതൊന്നും കാണാൻ പറ്റില്ല. ഒരു റോക്ക് കൺസേർട്ട് നടക്കുമ്പോൾ ഒരു സൂചി വീഴുന്ന ശബ്ദം കേൾക്കാൻ നോക്കുന്നത് പോലെയാവും. ശരിയാണ്. അതുകൊണ്ട് അവർക്ക് വളരെ പ്രത്യേകതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. എങ്ങനെയുള്ള സാഹചര്യങ്ങൾ? എന്താണ് അവരുപയോഗിച്ചത്? അവരുപയോഗിച്ചത് സൂപ്പർ കണ്ടക്ടറുകളാണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് കേട്ടിട്ടുണ്ട്. ആ, അതിന്റെ പ്രത്യേകത, ഒരു പ്രത്യേക താഴ്ന്ന താപനിലയ്ക്ക് താഴെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ അവയ്ക്കൊട്ടും റെസിസ്റ്റൻസ് ഇല്ലാതെ 0 പ്രതിരോധത്തോടെ കറണ്ട് കടത്തിവിടാൻ പറ്റും. ഓക്കെ. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി തന്നെ ഒരു ക്വാണ്ടം പ്രതിഭാസമാണ്. അവിടെ ഇലക്ട്രോണുകൾ ജോഡിയായിട്ട്, കൂപ്പർ പെയറുകളായിട്ട് തടസ്സമില്ലാതെ ഒരുമിച്ചൊഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ചു. എന്നിട്ട് അവർ ചെയ്തത്, വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ 2 സൂപ്പർ കണ്ടക്ടറുകളെ എടുത്തു. എന്നിട്ട് അവയുടെ ഇടയിൽ വളരെ നേർത്ത ഒരു ഇൻസുലേറ്റിംഗ് പാളി വെച്ചു, ഒരു തടസ്സം പോലെ. ഈ ഒരു സെറ്റപ്പിനെയാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. 1962 ബ്രയാൻ ജോസഫ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തിയററ്റിക്കലായി പ്രെഡിക്റ്റ് ചെയ്തൊരു സംഭവമാണിത്. ആ ജംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? സാധാരണഗതിയിൽ ഈ ജംഗ്ഷനിൽ പുറത്തുനിന്ന് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു ചെറിയ കറണ്ട് അതിലൂടെ ഒഴുകും, ഒരു സൂപ്പർ കറണ്ട്. വോൾട്ടേജ് ഇല്ലാതെ കറണ്ടോ? അതെ, അതായത് ആ ഇലക്ട്രോൺ ജോഡികളുണ്ടല്ലോ, കൂപ്പർ പെയറുകൾ, അവ ആ നേർത്ത ഇൻസുലേറ്റിംഗ് തടസ്സത്തിലൂടെ ടണൽ ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഇത് ജോസഫ്സൺ പ്രവചിച്ച കാര്യമാണ്. അപ്പോൾ ടണലിംഗ് അവിടെ നടക്കുന്നുണ്ടെന്ന് ഓൾറെഡി അറിയാമായിരുന്നു. പിന്നെന്താണ് ക്ലാർക്കും കൂട്ടരും പുതിയതായി കണ്ടുപിടിച്ചത്? അവിടെയാണ് പോയിന്റ്. ജോസഫ്സൺ പറഞ്ഞ ഈ ടണലിംഗ് കറണ്ട് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്, സ്ഥിരമായിട്ടുള്ളൊരവസ്ഥ. പക്ഷെ ക്ലാർക്കും ഡെവോറയും മാർട്ടിനീസും നോക്കിയത് അതല്ല. ഓക്കെ. അവര് ഈ ജോസഫ്സൺ ജംഗ്ഷനിലൂടെ ഒരു കറണ്ടിങ്ങിനെ തൊടുത്തോണ്ടിരുന്നു. എന്നിട്ട് ആ ജംഗ്ഷന് കുറുകെയുള്ള വോൾട്ടേജ് അളന്നു. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, നേരത്തെ നമ്മൾ ആ ഗോലിയുടെ കാര്യം പറഞ്ഞ പോലെ, പുറത്തുനിന്നൊരു പ്രേരണയുമില്ലാതെ തന്നെ ആ ജംഗ്ഷനിൽ പെട്ടെന്നൊരു വോൾട്ടേജ് ഉണ്ടാവുന്നതായിട്ട് കണ്ടു. പെട്ടെന്നൊരു വോൾട്ടേജോ? അതെ, സിസ്റ്റം 0 വോൾട്ടേജ് അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യേക വോൾട്ടേജ് ഉള്ള അവസ്ഥയിലേക്ക് ചാടുന്നു, ഒരു ക്വാണ്ടം ജമ്പ് പോലെ. ഈ ചാട്ടത്തിന് കാരണം എന്തായിരിക്കും? 2 കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ ആ സിസ്റ്റത്തിലുള്ള ചൂട് കാരണം, ആ തെർമൽ ഫ്ലക്ച്വേഷൻസ് കാരണം സിസ്റ്റത്തിന് ആ എനർജി ബാരിയർ ചാടിക്കടക്കാൻ ആവശ്യമായ എനർജി കിട്ടുന്നു, എന്നിട്ട് വോൾട്ടേജ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇത് ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് പറയാം. ശരി. രണ്ടാമത്തെ സാധ്യത, സിസ്റ്റം ക്വാണ്ടം ടണലിംഗ് നടത്തി ആ എനർജി ബാരിയറിലൂടെ തുരന്ന് അപ്പുറത്തേക്ക് ആ വോൾട്ടേജ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് അഥവാ MQT. അപ്പൊ ഇത് രണ്ടും എങ്ങനെ തിരിച്ചറിഞ്ഞു? ചൂടുകൊണ്ടാണോ അതോ ഈ പറഞ്ഞ ക്വാണ്ടം ടണലിംഗ് കൊണ്ടാണോ ഈ ചാട്ടം എന്ന് എങ്ങനെ ഉറപ്പിച്ചു?
അതിനാണ് അവർ പരീക്ഷണം നടത്തുന്ന ടെമ്പറേച്ചർ വീണ്ടും വീണ്ടും കുറച്ചുകൊണ്ടുവന്നത്. ഓ, ടെമ്പറേച്ചർ കുറച്ചോ? അതെ, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ ചൂടുകൊണ്ടുള്ള ചാട്ടങ്ങൾ, തെർമൽ ഫ്ലക്ച്വേഷൻസ്, അതിന്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ ക്വാണ്ടം ടണലിംഗ് ടെമ്പറേച്ചറിനെ അത്രയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലും അത് നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ അങ്ങേയറ്റം താഴ്ത്തി അബ്സല്യൂട്ട് സീറോ, അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഓ മൈ ഗോഡ്, അതെ, അപ്പോൾ തെർമൽ ചാട്ടങ്ങളുടെ സാധ്യത തീരെ ഇല്ലാതാവും. അപ്പോൾ പിന്നെ കാണുന്ന ചാട്ടങ്ങൾ മിക്കവാറും ക്വാണ്ടം ടണലിംഗ് കൊണ്ടാവണം. അതിന് പ്രാമുഖ്യം കിട്ടും. ആബ്സല്യൂട്ട് സീറോയുടെ അടുത്ത് ആ ഒരു താപനില ഉണ്ടാക്കിയെടുക്കാനും അത് നിലനിർത്താനും തന്നെ ഭയങ്കര പാടായിരിക്കുമല്ലോ. വളരെ പാടാണ്. അതീവ ദുഷ്കരമായ പരീക്ഷണ സാഹചര്യങ്ങളാണ്. മൈക്രോ കെൽവിൻ, മില്ലി കെൽവിൻ റേഞ്ചിലുള്ള ടെമ്പറേച്ചറാണ് വേണ്ടത്. അത്രയും താഴെയോ? അതെ, അതുണ്ടാക്കാനും സ്റ്റേബിളായി നിർത്താനും നല്ല വൈദഗ്ധ്യം വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. പുറത്തുനിന്നുള്ള ചെറിയ റേഡിയോ വേവ്സോ മൊബൈൽ സിഗ്നലോ, എന്തിന് ദൂരെയുള്ള എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് പോലും ഈ ഡെലിക്കേറ്റായ ക്വാണ്ടം സ്റ്റേറ്റിനെ ബാധിക്കാം. ശരിയാണ്. അതുകൊണ്ട് ഈ പരീക്ഷണോപകരണം പല ലെയറുകളുള്ള ഷീൽഡിംഗ് ഒക്കെ വെച്ച് പുറം ലോകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്താണ് വെച്ചത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ പരീക്ഷണം ഒരു തവണയല്ല അവർ ചെയ്തതെന്നും കേട്ടല്ലോ. അല്ല, ഇത് ഒരു തവണ കണ്ടാ പോരല്ലോ. സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് തവണ ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്യണം. ലക്ഷക്കണക്കിന് തവണയോ? അതെ, ഓരോ തവണയും ആ വോൾട്ടേജ് ചാട്ടം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഡാറ്റയെല്ലാം അനലൈസ് ചെയ്യണം. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഈ ചാട്ടം നടക്കാനുള്ള റേറ്റ്, സാധ്യത എങ്ങനെ മാറുന്നു എന്ന് പഠിക്കണം. എന്നിട്ട് ക്വാണ്ടം ടണലിംഗ് തിയറി വെച്ച് കണക്കുകൂട്ടുന്ന റേറ്റുമായിട്ട് ഈ പരീക്ഷണത്തിൽ കിട്ടിയ റേറ്റ് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ എന്തായിരുന്നു റിസൾട്ട്? ഒത്തുപോയോ തിയറിയുമായിട്ട്? അത്ഭുതകരമായി ഒത്തുപോയി. ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നപ്പോൾ ഈ വോൾട്ടേജ് ചാട്ടത്തിന്റെ റേറ്റ് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെ എത്തിയപ്പോൾ പിന്നെ കുറഞ്ഞില്ല. അതൊരു സ്ഥിരമായ നിലയിൽ നിന്നു, ടെമ്പറേച്ചറിനെ ആശ്രയിക്കാതെയായി. ആഹാ. അത് തെളിയിക്കുന്നത് ആ താഴ്ന്ന ടെമ്പറേച്ചറിൽ പ്രധാന കാരണം തെർമൽ ഫ്ലക്ച്വേഷൻ അല്ല, ക്വാണ്ടം ടണലിംഗ് തന്നെയാണെന്നാണ്. തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ആ ടണലിംഗ് റേറ്റും പരീക്ഷണത്തിൽ അളന്ന റേറ്റും തമ്മിൽ വളരെ കൃത്യമായി യോജിച്ചുപോയി. കൊള്ളാം. അങ്ങനെ ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ ക്വാണ്ടം ടണലിംഗ് നടക്കുമെന്ന് അവരൊരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ തെളിയിച്ചു. ഇതിലെ രസകരമായ ഒരു കാര്യം, ഈ പരീക്ഷണം ചെയ്ത 3 പേർക്കും ഫോർമലായിട്ട് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ഫിസിസിസ്റ്റുകൾ ഇത്രയും സങ്കീർണമായ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷണം വിജയകരമായി ചെയ്തു എന്നത് അത്ഭുതം തന്നെ. അതെ, അത് ശരിക്കും ശാസ്ത്ര ഗവേഷണത്തിന്റെ ഒരു രീതിയാണ്. പലപ്പോഴും പുതിയ കാര്യങ്ങൾ വരുന്നത് പല ഫീൽഡിലുള്ള അറിവുകൾ ചേരുമ്പോഴാണ്. അവർക്ക് ഫിസിക്സിലെ തിയറി അറിയാം, അതോടൊപ്പം പരീക്ഷണം ഡിസൈൻ ചെയ്യാനും നടത്താനുമുള്ള പ്രാക്ടിക്കൽ സ്കില്ലുമുണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങൾക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട് കേട്ടോ. അതെന്താണ്? ക്വാണ്ടം ടണലിംഗ് കണ്ടുപിടിച്ചു എന്നതിനൊപ്പം ഈ ജോസഫ്സൺ ജംഗ്ഷൻ എന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ എനർജി ലെവൽസ് അത് കണ്ടിന്യൂസ് അല്ല, നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ക്വാണ്ടം കണങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് എന്നും അവർ തെളിയിച്ചു. സർക്യൂട്ടിന്റെ എനർജി ലെവൽസോ? അതെ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന് പ്രത്യേക എനർജി ലെവലുകൾ ഉള്ളതുപോലെ ഈ മനുഷ്യനുണ്ടാക്കിയ സർക്യൂട്ടിനും വ്യക്തമായ, ഡിസ്ക്രീറ്റായ എനർജി ലെവലുകൾ ഉണ്ടെന്ന് അവർ കാണിച്ചു കൊടുത്തു. ഓക്കേ. അപ്പോൾ ഈ കണ്ടെത്തലുകൾക്കെല്ലാം ഇന്ന് എന്താണ് പ്രാക്ടിക്കൽ ഉപയോഗം? ഈ നോബൽ സമ്മാനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്തു ഗുണം? ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, ഇതിന്റെ പ്രാക്ടിക്കൽ ഉപയോഗം വളരെ വലുതാണ്. ഈ ഗവേഷണങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ എന്ന് നമ്മൾ ഇത്രയധികം സംസാരിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉണ്ടാകുമായിരുന്നില്ല. ക്വാണ്ടം കമ്പ്യൂട്ടറോ? അതെ, കാരണം ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ ബേസിക് യൂണിറ്റ് ക്യൂബിറ്റ് ആണല്ലോ. സാധാരണ കമ്പ്യൂട്ടറിലെ ബിറ്റ് 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ ക്യൂബിറ്റിന് ക്വാണ്ടം സൂപ്പർപൊസിഷൻ കാരണം ഒരേ സമയം 0 ആയും 1 ആയും ഇരിക്കാൻ പറ്റും. ശരിയാണ്. ഈ ജോസഫ്സൺ ജംഗ്ഷനുകൾക്ക് ക്യൂബിറ്റായി പ്രവർത്തിക്കാൻ പറ്റുമോ? അതെ, എങ്ങനെ? കൃത്യമായി പറഞ്ഞാൽ ഈ ജോസഫ്സൺ ജംഗ്ഷനുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സൂപ്പർ കണ്ടക്ടിംഗ് സർക്യൂട്ടുകൾ, അതാണ് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്യൂബിറ്റുകളിൽ ഒന്ന്. ആണോ? കാരണം ക്ലാർക്കും കൂട്ടരും തെളിയിച്ചില്ലേ, ഈ സർക്യൂട്ടുകൾക്ക് വ്യക്തമായ ക്വാണ്ടൈസ്ഡ് എനർജി ലെവലുകളുണ്ടെന്ന്. അതിലെ ഏറ്റവും താഴെയുള്ള 2 എനർജി ലെവലുകൾ, ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും, അതിന് നമുക്ക് ക്യൂബിറ്റിന്റെ 0-1 അവസ്ഥകളായിട്ട് ഉപയോഗിക്കാം. കൊള്ളാം. ഈ സർക്യൂട്ടുകൾക്ക് ടണല് ചെയ്യാനും പറ്റും, സൂപ്പർപൊസിഷനിൽ ഇരിക്കാനും പറ്റും, എൻറ്റാങ്കിൾമെന്റ് പോലുള്ള മറ്റ് ക്വാണ്ടം സ്വഭാവങ്ങൾ കാണിക്കാനും പറ്റും. ഏറ്റവും പ്രധാനമായി നമുക്ക് മൈക്രോവേവ് പൾസുകളൊക്കെ ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും.
അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യൽ ആറ്റം പോലെയാണ്. ഒരു കൃത്രിമ ആറ്റം. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പൊ ഈ നോബൽ സമ്മാനം കിട്ടിയ കണ്ടെത്തലാണ് ശരിക്കും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന വലിയൊരു ഫീൽഡിന് തുടക്കമിട്ടത് എന്ന് പറയാം അല്ലേ? നിസ്സംശയം പറയാം. ഫിസിക്സിലൊരു അടിസ്ഥാനപരമായ കാര്യം കണ്ടുപിടിച്ചു എന്നതിനപ്പുറം ഈ ക്വാണ്ടം പ്രതിഭാസങ്ങളെ നമുക്ക് എഞ്ചിനീയറിംഗ് രീതിയിൽ ഉപയോഗിക്കാം എന്ന് ഈ ഗവേഷണങ്ങൾ കാണിച്ചു തന്നു. ഇതിന്റെ സ്വാധീനം വലുതാണ്. സോ വാട്ട് ഇസ് ദിസ് ഓൾ മീൻ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ ക്വാണ്ടം ലോകത്തിലെ ആ വിചിത്ര നിയമങ്ങൾ, ഈ ടണലിംഗ്, ക്വാണ്ടൈസേഷൻ, സൂപ്പർപൊസിഷൻ ഒക്കെ, അതൊന്നും വെറും ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും ലോകത്ത് മാത്രം ഒതുങ്ങുന്നൊന്നല്ല. അല്ല, നമുക്കുണ്ടാക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പോലെയുള്ള വലിയ സിസ്റ്റമുകളിലും ഈ ക്വാണ്ടം സ്വഭാവങ്ങൾ കാണാൻ പറ്റും. അതിനെ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമെന്ന് ഈ 2025 നോബൽ ജേതാക്കളായ ജോൺ ക്ലാർക്ക്, മിഷൽ ഡെവറെ, ജോൺ മാർട്ടിനീസ് അവര് നമുക്ക് കാട്ടിത്തന്നു. അതെ, ഇത് ഫിസിക്സിലെ നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ചു. അതോടൊപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള പുതിയ ടെക്നോളജികൾക്കൊരു അടിത്തറയും കൊടുത്തു. ദിസ് റേസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ചർച്ച നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണത്? നോക്കൂ, ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പോലെ മനുഷ്യൻ വളരെ കൃത്യമായി ഡിസൈൻ ചെയ്തെടുത്ത സിസ്റ്റങ്ങളിൽ പോലും ഈ ക്വാണ്ടം എഫക്ട്സ് ഇത്ര വ്യക്തമായി കാണാമെങ്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ മുഴുവനായി മനസ്സിലാക്കാത്ത വേറെ ഏതൊക്കെ വലിയ സിസ്റ്റങ്ങളിൽ, മാക്രോസ്കോപ്പിക് സിസ്റ്റങ്ങളിൽ ഇതുപോലെയുള്ള ക്വാണ്ടം സ്വഭാവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം? ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ നമ്മൾ വിചാരിക്കുന്നത് മുഴുവൻ ക്ലാസിക്കൽ നിയമങ്ങൾ വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്ന പ്രകൃതിയിലെ മറ്റു പല പ്രതിഭാസങ്ങളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ബയോളജിക്കൽ പ്രോസസ്സുകൾ, ഫോട്ടോസിന്തസിസ് പോലെയുള്ള കാര്യങ്ങളിൽ ചില ക്വാണ്ടം എഫക്റ്റുകൾക്ക് പങ്കുണ്ടെന്നു ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ മെറ്റീരിയലുകളുടെ ചില പ്രത്യേക സ്വഭാവങ്ങളിൽ ഇനിയും നമ്മൾ തിരിച്ചറിയാത്ത, കണ്ടെത്താൻ കാത്തിരിക്കുന്ന ചില നിർണായകമായ ക്വാണ്ടം സ്വാധീനങ്ങൾ നമ്മുടെ ഈ വലിയ ലോകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ? ഇതൊരു ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഏരിയയാണ്. വളരെ കൗതുകകരമായ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. ഒരു പക്ഷേ ക്വാണ്ടം ലോകത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ കരുതുന്നതിലും എത്രയോ വലുതായിരിക്കാം, അല്ലേ? എന്തായാലും ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള ചർച്ചയിൽ പങ്കുചേർന്നതിന് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.